സുദീർഘ സേവനത്തിന് ശേഷം വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുന്ന അധ്യാപകർ, ഞങ്ങളുടെ പ്രിയ അധ്യാപകർ AP രഘുനാഥൻ സാർ, R ബീനാകുമാരി ടീച്ചർ, PV ലേഖ ടീച്ചർ, PK ബീന ടീച്ചർ എന്നിവർക്ക് ഞങ്ങളുടെ സ്നേഹാദരങ്ങൾ. ഞാൻ AP രഘുനാഥൻ 1999 വർഷത്തിൽ ഈ സ്കൂളിൽ ഒരു അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം 5 മുതൽ 7 വരെ ഈ സ്കൂളിലാണ് ഞാൻ അധ്യയനം നടത്തിയത്. ഈ സ്കൂളിൽ തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഭാഗ്യമായ ഒരു കാര്യമായി ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ എൻ്റെ ഗുരുനാഥന്മാരോടൊപ്പം എനിക്ക് ഈ സ്കൂളിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ഒരു ഭാഗ്യമായി കരുതുന്ന ഒരാളാണ് ഞാൻ. പല ഗുരുനാഥന്മാരും നമ്മളെ വിട്ടു പോയിട്ടുണ്ട്. അവരുടെ ആത്മാവിന് നിത്യശാന്തി ഈ അവസരത്തിൽ ഞാൻ നേരുന്നു. അതുപോലെ തന്നെ ഞാൻ പഠിപ്പിച്ച കുട്ടികളും ഈ സ്കൂളിൽ അധ്യാപകരായി ചേർന്നിട്ടുണ്ട്. അതും വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ്. അതുപോലെ തന്നെ എൻ്റെ സഹപാഠിയായ സന്തോഷ് സാർ, ആ സാറാണ് ഈ സ്കൂളിലെ HM. ആ സാറിനോടൊപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതും എൻ്റെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ എൻ്റെ മക്കളും ഈ സ്കൂളിൽ പഠിച്ച് നല്ല നിലയിൽ ഉപരിപഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാം കൊണ്ടും ഈ സ്കൂളിൻ്റെ, അതുപോലെ തന്നെ ഈ സ്കൂളിൻ്റെ ഉന്നമനത്തിന് നല്ലവരായ നാട്ടുകാർ, കുട്ടികൾ എല്ലാവരും ഈ സ്കൂളിൽ ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അവരെ എല്ലാം അഭിമാനപൂർവ്വം നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഞാൻ ലേഖ, കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകരയാണ് എൻ്റെ സ്വദേശം. 2006 ഇവിടെ ജോയിൻ ചെയ്യുന്നത്. അന്നു മുതൽ ഇന്ന് വരെ ഉള്ള എൻ്റെ സർവീസ് അനുഭവകാലം വളരെ നല്ല ഒരു സേവനകാലം തന്നെയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. പല അച്ഛമ്മമാരുടെ കീഴിലും ജോലി ചെയ്യാൻ സാധിച്ചു. ഈ നാട്ടുകാരായാലും ഇവിടുത്തെ സഹ അധ്യാപകരായാലും എനിക്ക് വളരെയധികം പരിഗണനയോടുകൂടി തന്നെയാണ് ഇത്രയും കാലം എനിക്കിവിടെ ജോലി ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഞാനൊരു ദൂരക്കാരിയാണെങ്കിലും എല്ലാ കാര്യത്തിലും എനിക്ക് ഒരു പരിഗണന ഇവിടെ നൽകിയിരുന്നു എന്നുള്ളത് വളരെ പ്രത്യേകമായിട്ട് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ എൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുള്ള മറ്റ് അധ്യാപകര്, ശ്രീകുമാർ സാറ്, അതുപോലെ രാമചന്ദ്രൻ സാറ്, ജമീല ടീച്ചറ്, ഇവരൊക്കെ നമ്മളിൽ നിന്നും വിട്ടുപോയിട്ടുള്ളവരാണ്. അവരെയും ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. അതുപോലെ തന്നെ ട്രാൻസ്ഫർ ആയി പോയ ചില ടീച്ചർമാര്, ഇവരെല്ലാരും തന്നെ വളരെ നല്ലൊരു അനുഭവകാലമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ നാട്ടുകാരെ, രക്ഷിതാക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും നല്ല സ്മരണകൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ ബീനാകുമാരി 1990 താൽക്കാലിക നിയമനത്തിലൂടെ NSS സ്കൂളിൽ ജോലി ചെയ്തു തുടങ്ങി. 1991 ജൂൺ മാസത്തിലാണ് ഞാൻ ഉപ്പട NSS UP സ്കൂളിൽ ഹിന്ദി ടീച്ചറായിട്ട് പ്രവേശിച്ചത്. ആ കാലഘട്ടത്തിൽ മാധവ മാസ്റ്റർ ആയിരുന്നു ഇവിടുത്തെ HM. എൻ്റെ സഹപ്രവർത്തകർ, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി കല്യാണിക്കുട്ടി ടീച്ചർ, ശോശാമ്മ ടീച്ചർ, തങ്കമണി ടീച്ചർ, സത്യഭാമ ടീച്ചർ, ജോസഫ് സാറ്, ശ്രീ ശങ്കരൻ മാഷ്, വർഗീസ് മാഷ്, നാരായണൻകുട്ടി സാറ്, മൗലവി മാഷ്, അതുപോലെ തന്നെ ഉഷാ ജയൻ നായർ, ഗീതാജി കിഴക്കേടം, ശ്രീലത, ഇവരുടെയൊക്കെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു കാലഘട്ടം ശ്രീലതയുടെ അമ്മ സരസ്വതി അമ്മ ടീച്ചർ, അവരെൻ്റെ സീനിയർ ഹിന്ദി ടീച്ചറായിരുന്നു. അവരുടെയൊക്കെ ഇടയിൽ, ആ പ്രായമായ ടീച്ചേഴ്സിൻ്റെ ഇടയിൽ ഞാനായിരുന്നു അന്നത്തെ ചെറിയ കുട്ടി എന്ന് പറയാം. വളരെ സ്നേഹത്തോടെയുള്ള ശാസനയും കരുതലും ഒക്കെ ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എല്ലാ അമ്മമാരുടെയും സ്നേഹം എനിക്ക് ലഭിക്കുകയുണ്ടായി. അതുപോലെ ആ കാലഘട്ടത്തിലെ PTA, നല്ലവരായിട്ടുള്ള നാട്ടുകാർ എല്ലാവരും വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കൂടെ മാത്രമേ എനിക്ക് അവരെയൊക്കെ ഓർക്കാൻ കഴിയുള്ളൂ. വളരെ സന്തോഷകരമായിട്ടുള്ള 34 വർഷത്തെ സർവീസാണ് NSS UP സ്കൂൾ ഉൾപ്പെടെയിൽ എനിക്ക് നിർവഹിക്കാൻ കഴിഞ്ഞത്.
2 വർഷം 23-24 കാലഘട്ടത്തിൽ തൃശ്ശൂരിലേക്ക് 2 വർഷത്തേക്ക് മാറേണ്ട ഒരു അവസരം ഉണ്ടായി. അതൊഴിച്ചാൽ ബാക്കി 34 വർഷവും ഞാൻ ഉപ്പട സ്കൂളിൽ ജോലി ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഇപ്പോഴത്തെ സഹപ്രവർത്തകർ, പഴയകാല സഹപ്രവർത്തകർ, അവരുടെ എല്ലാം സ്നേഹവും സഹകരണവും സന്തോഷവും ഒക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ശ്രീകുമാർ സാറ്, രാമചന്ദ്രൻ സാറ്, ഇവരൊക്കെ എൻ്റെ പഴയകാല സഹപ്രവർത്തകരാണ്. പുതിയ തലമുറയും അവരുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള അവസരവും എനിക്ക് ഈ അവസരത്തിൽ ലഭിച്ചു. കാലഘട്ടം മാറിയപ്പോൾ അവരുടെ ആ താളത്തിന് അനുസരിച്ച് തന്നെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ സന്തോഷകരമായിട്ടുള്ള 34 വർഷ സർവീസ് എനിക്കുണ്ടായിട്ടുണ്ട്. അത് താൽക്കാലിക നിയമനം കോട്ടയത്തും അതുപോലെ തന്നെ പത്തനംതിട്ടയിലുമായിരുന്നു. അത് മൂന്ന് മാസം വീതമായിരുന്നു അവിടുത്തെ സേവന കാലഘട്ടം. തുടർച്ചയായിട്ടുള്ള നിയമനം, സ്ഥിര നിയമനം വന്നത് ഉപ്പട NSS UP സ്കൂളിലാണ്. അപ്പോൾ ആ ഒരു സ്മരണ എനിക്ക് എന്നും എൻ്റെ മനസ്സിലുണ്ടാവും. അവരുടെ എല്ലാം സ്നേഹവും സഹപ്രവർത്തകരുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും സ്നേഹത്തിൽ വളരെയധികം നന്ദി.